നിന്നോടൊരു സത്യം പറയട്ടാമോ? അയ്യോ കഥയാ വേണ്ട പപ്പ, ഞാൻ കൊച്ചല്ലേ, പപ്പയുടെ കഥ വെക്കാനുള്ള ശക്തി എനിക്കില്ല. ഇത് കഥയല്ല, അമിതയെ സംബന്ധിക്കുന്നൊരു കാര്യം. ഞാൻ പറയാം. എനിക്ക് 9 വയസ്സായി. ഇങ്ങനെ കുട്ടിക്കളി ഇങ്ങോട്ട് നടക്കരുത്, ടീച്ചറിനോട് എതിർത്ത് സംസാരിക്കരുത്, അമ്മയോട് അനുസരണക്കേട് കാണിക്കരുത്, മാർക്ക് ലിസ്റ്റ് ഒളിപ്പിച്ച് വെക്കരുത്. നീ ഞങ്ങളുടെ മോളല്ല. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളുടെ മോളല്ല, എന്നെ ഹോസ്റ്റലിൽ അയക്കുമെന്നല്ലേ? അമിത പറയുന്നത് കേൾക്ക്, നീ ഞങ്ങളുടെ മോളല്ല. ഇങ്ങനെ അനുസരണയില്ലാതെ നടന്ന ഞാൻ നിങ്ങളുടെ മോളല്ല പപ്പ. നീ എനിക്കും ഇന്നേക്കും ജനിച്ച കുഞ്ഞല്ല. നീ എനിക്കും ഇന്നേക്കും ജനിച്ച കുഞ്ഞല്ല. നിന്നെ ഞങ്ങള്, നീ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ ദത്തെടുത്തതാ. ഇങ്ങ് വന്നേ. നീ ഞങ്ങളുടെ ജീവനാ. ഇന്നരയ്ക്കും എനിക്കും ജനിച്ച കുഞ്ഞുങ്ങളാ അവര്. അമുതയ്ക്ക് എന്തു പറ്റി? ഇന്നലെ അവൾക്ക് സുഖമില്ലാതെ മറ്റോ? എന്താ അവള് വല്ലാതിരിക്കുന്നേ? അഖിലും വിനയ് എവിടെ? അവരവിടെയുണ്ട്, അപ്പുറത്തെ പിള്ളേരുമായിട്ട് കളിക്കുക. അമുതയ്ക്ക് എന്താ? പറഞ്ഞു വെച്ചാ ഇത്രയും വലിയൊരു മണ്ടത്തരം വേറെ ആരും ചെയ്യില്ല. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ കൊച്ചിനോട് ഇത് പറയേണ്ട കാര്യം എന്താ? ഒരിക്കൽ പറഞ്ഞല്ലേ പറ്റൂ. അത് ഇന്ന് തന്നെ വേണമായിരുന്നു. പിന്നെ എപ്പോഴാ പറയേണ്ടത്? 80 വയസ്സിലെ. അതല്ല മോനെ, ഇത് മനസ്സിലാക്കാനുള്ള പക്വത ആ കുട്ടിക്ക് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് നുണ പറഞ്ഞ് വളർത്തണമെന്നാണോ? എന്തെങ്കിലുമൊക്കെ ആയിക്കോ, ഞാൻ പറഞ്ഞ ആര് കേൾക്കാനാ? അമിത സ്വയം ഇക്കാര്യം അറിയുന്നതിനേക്കാളും വേറെ ആരെങ്കിലും പറഞ്ഞറിയുന്നതിനേക്കാളും നമ്മൾ തന്നെ പറഞ്ഞറിഞ്ഞതാണ് നല്ലത്. നീ വിഷമിക്കണ്ട. സങ്കടപ്പെടാതെ. സങ്കടപ്പെടുമ്പോഴും നീ കാണാൻ സുന്ദരിയാ. അഖിലും വിനയും എന്നെ പോലെ അല്ലേ അമ്മേ? അല്ല, അവരെ ഞാൻ പ്രസവിച്ചതാ. ഞാൻ അമ്മയെ പോലെയാണെന്ന് എന്തിനാ നോണ പറഞ്ഞേ? നീ എന്നെ പോലെയല്ലേ ഇരിക്കുന്നേ? അല്ല, നിറം കണ്ടോ? ഞാൻ അമ്മയെ പോലെ വെളുത്തിട്ടല്ല. ദാ നോക്ക്, വിഷമം തോന്നുമെങ്കിൽ നീ ഇത് കേട്ടേ തീരൂ. ഒന്നും മാറിയിട്ടില്ല. പപ്പയുടെ സ്നേഹം, എൻ്റെ സ്നേഹം, അഖിൽ, വിനയ് ഒന്നും മാറിയിട്ടില്ല.